ലഹരിക്കെതിരായ SFIയുടെ പോരാട്ടം വെറും വാക്കാകുന്നു. SFI നേതാവ് ഹോസ്റ്റൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. പേരൂർക്കട ലോ അക്കാദമിയിലെ LLM വിദ്യാർത്ഥിയും SFI തിരുവനന്തപുരം പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആനന്ദിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. അതേസമയം സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും വിളിച്ചിട്ടുണ്ട്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിലാണ് SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും SFI പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ ആനന്ദിനെതിരെ അഡ്വക്കേറ്റ് ആനന്ദ് എബിയുടെ ഈ ദൃശ്യങ്ങൾ ഹോസ്റ്റൽ റൂമിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ SFIയുടെ മറ്റു പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോ അക്കാദമിയിലെ അഡ്വക്കേറ്റ് ആയതിനു ശേഷം LLM വിദ്യാർത്ഥിയാണ് നിലവിൽ ആനന്ദ്. അതോടൊപ്പം തന്നെ ആനന്ദ് ആ പ്രദേശത്ത് ലഹരിയുടെ വലിയ രീതിയിലുള്ള വ്യാപനം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിലെ ചിലർ ഒരുമിച്ചിരുന്ന് ഹോസ്റ്റൽ റൂമിൽ ലഹരി ഉപയോഗം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും SFIയുടെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആനന്ദ് എബിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. മറ്റ് സഹപ്രവർത്തകരോടൊപ്പമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും സംസ്ഥാന വ്യാപകമായി SFI നേതൃത്വം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ SFIയുടെ പ്രവർത്തകർ സജീവമായി ലഹരി ഉപയോഗങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ ലഹരിയുടെ കേരിയേഴ്സായി SFI പ്രവർത്തകർ മാറുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ഉയരുന്നത്. ശരി, വി വിനീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.